നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും വിനീത പ്രണാമം. നമ്മുടെ ഈ വർഷത്തെ രാമായണ പാരായണം നമ്മൾ ഇന്നു മുതൽ എല്ലാ സ്ഥലങ്ങളിലും ആരംഭിക്കുകയാണല്ലോ. രാമായണത്തെക്കുറിച്ച് രണ്ട് വാക്ക്. രാമായണം എന്ന് കേൾക്കുമ്പോൾ വാൽമീകി രാമായണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വാൽമീകിയാൽ വിരചിതമായ വാൽമീകി രാമായണം അത് വളരെ ഭക്തിസാന്ദ്രമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ വാൽമീകി അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രനെ അതായത് മാനുഷിക മൂല്യങ്ങളിലൂടെ ഒരു മനുഷ്യനായി ചിത്രീകരിച്ചുകൊണ്ട് ഭഗവാന്റെ അവതാരമായ ശ്രീരാമചന്ദ്ര ദേവനാൽ ശ്രീരാമചന്ദ്രനാൽ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് വളരെയധികം സവിശേഷതകളോടുകൂടിയ ഒരു ഭാഗമായിട്ടാണ് വാൽമീകി രാമായണത്തിലെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ അത് ക്ലിപ്പാട്ടിലൂടെ അധ്യാത്മരാമായണമായിട്ട് വിവർത്തനമല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗമായി എഴുതുകയും അങ്ങനെ അത് മലയാളത്തിൽ എല്ലാവർക്കും വായിച്ച് മനസ്സിലാകത്തക്ക രീതിയിൽ തുഞ്ചത്ത് എഴുത്തച്ഛനിലൂടെ നമുക്കത് പ്രാവർത്തികമായി അങ്ങനെ നമ്മളെല്ലാവരും രാമായണം വായിക്കുന്നു. രാമായണത്തിനുള്ളിലെ ഉള്ളടക്കം മഹാസന്ദേശം എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായ ഒരു ഇതിഹാസ ഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്നത്. ഇവിടെ പ്രതിപാദിക്കുന്നത് അച്ഛന്, മക്കള്, അമ്മ, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഖാവ്, അതായത് ബന്ധുക്കള്, പിന്നെ കൂട്ടുകാര്, അങ്ങനെയുള്ള ആ ആളുകളുമായിട്ടുള്ള ബന്ധം എന്താണ്, സഹോദര ബന്ധം എന്താണ്, മാതൃ പിതൃ പുത്രബന്ധം, ഭാര്യ ഭർത്തൃബന്ധം, അങ്ങനെ നിരവധി മനുഷ്യനിൽ ഉൾക്കൊള്ളുന്ന നിരവധി കാര്യങ്ങളിലെ എല്ലാം കൂടെ ഒഴുകിച്ചേർത്തുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സംവിധാനത്തോടു കൂടിയാണ് രാമായണത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ രാമായണം 6 കാണ്ഡങ്ങളിലൂടെ കാണിക്കുന്നത് എല്ലാവിധമായ ബാലകാണ്ഡത്തിൽ ആരംഭിച്ച് യുദ്ധകാണ്ഡത്തിൽ അവസാനിക്കുന്ന അത്രയും ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധമായ കാര്യങ്ങളും, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭാര്യയോടെങ്ങനെ പെരുമാറണം, അച്ഛനോടെങ്ങനെ പെരുമാറണം, അമ്മയോടെങ്ങനെ പെരുമാറണം, സഹോദരനോട് അല്ലെങ്കിൽ അനുജനും ജ്യേഷ്ഠനും തമ്മിലുള്ള ബന്ധം എന്താണ്, കൂട്ടുകാരനുമായിട്ടുള്ള ബന്ധം എന്താണ്, തന്നെ ആശ്രയിക്കുന്നവരെ എങ്ങനെ നോക്കണം, അതേപോലെ രാജ്യത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് ഒരു രാജാവ് പ്രതികരിക്കേണ്ടത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിലൊക്കെ എത്രയോ അപ്പുറത്തേക്കായിട്ടാണ് ഈ വാൽമീകി രാമായണം രചിച്ചത്. അത് നമ്മൾ ഇന്നു മുതൽ രാമായണ പാരായണം ആരംഭിക്കുകയാണ്. എല്ലാവരും ഈ രാമായണം വായിച്ച് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലായി രാമനായി, ലക്ഷ്മണനായി, ഹനുമാനായി, ദശരഥനായി, കൈകേയിയും സുമിത്രയും കൗസല്യയുമായും സീതാദേവിയുമായും ഊർമിളയായും ഒക്കെ ജീവിക്കണം. അതേപോലെ നമ്മുടെ രാവണന്റെ സഹോദരനായ വിഭീഷണൻ, രാവണൻ നമ്മളിലുണ്ട്, ലക്ഷ്മണനും ഹനുമാനും എല്ലാം നമ്മളിലുണ്ട്. ഭരതൻ, ശത്രുഘ്നന്മാർ, ഭരതനെ കുറിച്ച് പറയുമ്പോൾ 14 കൊല്ലം രാമൻ വനവാസം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ തന്നിൽ ഏൽപ്പിച്ച ആ എല്ലാവിധമായ സമ്പദ്ഘടന, രാജ്യത്തിൻ്റെ ഭണ്ഡാരം എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടാണ് രാജാവായ ആ ഭരതൻ ശ്രീരാമചന്ദ്രൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ വർഷവും എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? നമ്മൾ അതൊന്നും ഇവിടെ പ്രതിപാദിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഭരണകർത്താവ്?
എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ രാമായണത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ ഓരോരോ ശീലകളിൽ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ വാൽമീകി രചിച്ചു എങ്കിലും വാൽമീകിനകത്ത് കഥാപാത്രം കൂടിയാണ്. അപ്പൊ അത്രമാത്രം സവിശേഷതകൾ അടങ്ങിയ ഒരു ഐതിഹാസിക ഗ്രന്ഥമാണ് രാമായണം. നമുക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കണം. അങ്ങനെ ഈ ഒരു പൈതൃകം എക്കാലവും നിലനിർത്താൻ നമ്മൾ എല്ലാവരും ഇതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാമായണ മാസം ആചരണത്തിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും വായിക്കത്തക്ക രീതിയിൽ സൗകര്യപ്രദമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.